ശ്രീ കുമ്മനം രാജശേഖരൻ സംഭവം അറിഞ്ഞുവെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഹൈന്ദവ നേതാക്കളെ ഉന്നം വയ്ക്കുന്നോ വീണ്ടും? പല കേസുകളിലും നേതാക്കന്മാരെയും പ്രവർത്തകരെയും എല്ലാം കുടുക്കിയിട്ട് കഴിഞ്ഞാൽ അവരുടെ ഭാവി നശിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് മാത്രമല്ല, അവർ പിന്നെ പൊതുപ്രവർത്തനത്തിൽ ഒരിക്കലും ഒന്നും ചെയ്യാനാവാതെ വളരെ നിസ്സഹായരായി നിഷ്ക്രിയരായി അവരുടെ പ്രസ്ഥാനം തന്നെ തകർന്നു പോകും എന്നുള്ള കണക്കുകൂട്ടലിലാണ് സർക്കാർ പലപ്പോഴും കേസെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ എനിക്കെതിരെ തന്നെ എത്രയോ കേസുകളാണ്. യാതൊരു ആവശ്യമില്ല, സെക്രട്ടേറിയറ്റ് പഠിക്കലൊന്ന് പ്രസംഗിച്ചാൽ കേസ് 3 എണ്ണം ഉണ്ടാവും. ഒന്ന് മാർഗതടസ്സം ഉണ്ടാക്കി, മറ്റൊന്ന് അവിടെ സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനത്തെ ഹാനികരമായി ബാധിച്ചു. ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ കേസാണ്. അപ്പോൾ ഒന്നും പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ വയ്യാത്ത വിധത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമോ അഭിപ്രായ സ്വാതന്ത്ര്യമോ സഞ്ചാര സ്വാതന്ത്ര്യമോ ഒന്നും ഈ ഹൈന്ദവ സംഘടനകളുടെയോ അല്ലെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനങ്ങളുടെയോ നേതാക്കന്മാർക്ക് പറ്റില്ല എന്നുള്ളൊരവസ്ഥയാണ്. ഇത് വാസ്തവത്തിൽ ഒരു സ്വേച്ഛാധിപത്യത്തിന്റെ ഫാസിസ്റ്റ് ഭരണത്തിന്റെ പ്രത്യേകത തന്നെയാണ്. പ്രതിയോഗികളെ അടിച്ചമർത്തിക്കൊണ്ട് അവരെ ആശയപരമായി നേരിടാൻ വയ്യാതെ വരുന്ന സന്ദർഭത്തിൽ നിയമം ഉപയോഗിച്ച് അല്ലെങ്കിൽ പോലീസ് മെഷീനറി ഉപയോഗിച്ച് കള്ളക്കേസുകളിലൊക്കെ കുടുക്കി നിശബ്ദരാക്കുക, നിഷ്ക്രിയമാക്കുക എന്നുള്ള ഒരു തന്ത്രം വാസ്തവത്തിൽ അത് അപരിഷ്കൃതമാണ്. നമ്മുടെ ഒരു ജനാധിപത്യത്തിന് ചേരുന്നതല്ല. ശബരിമല കേസിലായിരുന്നാലും മാറാട് കേസിലായിരുന്നാലും ഏതെല്ലാം സംഭവവികാസങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ, ഈ ഗവൺമെന്റിനെതിരായി എവിടെയൊക്കെ എപ്പോഴൊക്കെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ആ പ്രക്ഷോഭത്തെയൊക്കെ അടിച്ചമർത്താൻ ഉപയോഗിച്ച ടൂൾ എന്ന് പറയുന്നത് കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്ത് ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ നിരായുധരാക്കുക, നിഷ്ക്രിയരാക്കുക, നിശബ്ദരാക്കുക എന്ന തന്ത്രമാണ് കേരള സർക്കാർ ആവിഷ്കരിച്ചു വരുന്നത്. ഇത് ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. ആശയത്തെ ആശയം കൊണ്ട് നേരിടണം. പ്രക്ഷോഭകാരികളോട് നേരിടേണ്ടത് പ്രക്ഷോഭത്തിന് ഇറങ്ങിത്തിരിക്കുന്ന വിഷയത്തെ യുക്തിഭദ്രമായിട്ട് സംസാരിച്ച് ആശയപരമായി നേരിടാനാണ് സർക്കാർ തയ്യാറാകുന്നത്. CPM ഇത്തരത്തിൽ ഇറങ്ങുന്നത് അവരുടെ ആശയപരമായ ദാരിദ്ര്യം കൊണ്ടാണ്. അവർക്ക് ആശയവുമില്ല, ആദർശവുമില്ല, ഭരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുമ്മനം രാജശേഖരൻ, എന്തുകൊണ്ടാവും ഇപ്പോൾ ഈ വിഷയം വീണ്ടും സജീവമാക്കാൻ ഇവർ ആഗ്രഹിക്കുന്നത്? എന്തിന് കുത്തിപ്പൊക്കുന്നു? ഇപ്പൊ പഴയ കേസുകൾ പലതും കുത്തിപ്പൊക്കി എടുത്തോണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ തെരഞ്ഞെടുപ്പ് എടുക്കാറായി. അധികം നാളുകളൊന്നും ഇല്ലല്ലോ തെരഞ്ഞെടുപ്പ്. ഇപ്പൊ ലോക്കൽ ബോഡി ഇലക്ഷൻ ആണെങ്കിൽ 5 മാസം, അത് കഴിഞ്ഞാൽ 5 മാസം കൂടെ കഴിഞ്ഞാൽ ഇവിടെ അസംബ്ലി ഇലക്ഷനായി. അപ്പോൾ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് നല്ലൊരു ഭരണം കാഴ്ചവെച്ചു അവകാശപ്പെട്ടുകൊണ്ട് വോട്ട് ചോദിക്കാൻ ഏതായിരുന്നാലും സാധ്യമല്ല. അപ്പോൾ പ്രവർത്തകരെ നിശബ്ദരാക്കി അവരെ വരുതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഒരു പാസ്പോർട്ട് എടുത്ത് പോകാൻ നിവൃത്തിയില്ല, കാരണം കേസുകളാണ്. വേറെ സ്ഥലത്തേക്ക് എന്തെങ്കിലും ജോലി കിട്ടാൻ വേണ്ടി സർക്കാരിൽ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കാൻ നിവൃത്തിയില്ല, കാരണം കേസുകളാണ്. അപ്പൊ അങ്ങനെ പല വിധത്തിലും ഇട്ട് കുരുക്കി അവരെ ഒരു പാഠം പഠിപ്പിച്ച് എങ്ങനെയെങ്കിലും സ്വന്തം വരുതിയിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓരോ ഗ്രാമപ്രദേശങ്ങളിൽ കഴിയുന്ന പ്രവർത്തകർ, അനുഭാവികൾ, അവരെല്ലാവരും ഇത്തരത്തിലൊരു ദുർഘട പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പാർട്ടിയെ സമീപിക്കുമെന്നാണ് വിചാരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ഇത്തരം ആൾക്കാർ ഇനി മേലിൽ പ്രവർത്തനവുമായിട്ട് രംഗത്ത് വരില്ല എന്നുള്ള വിചാരമായിരിക്കാം ഒരുപക്ഷെ CPM-ന് ഇത്തരത്തിലൊരു നീക്കത്തിന്റെ പിന്നിലുള്ളത്. തീർച്ചയായിട്ടും ഇവർക്ക് തെരഞ്ഞെടുപ്പിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞ്, നേട്ടങ്ങൾ പറഞ്ഞ് നല്ലൊരു ഭരണം നടത്തി എന്നുള്ള അവകാശം മുന്നോട്ടേക്ക് വെച്ച് യുക്തിഭദ്രമായി നേരിടാൻ ആശയപരമായി സാധ്യമല്ല എന്ന് CPM-ന് വളരെ നന്നായിട്ടറിയാം. നന്ദി ശ്രീ കുമ്മനം രാജശേഖരൻ.